ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കോൺസെപ്റ്റ് പറയാം. നമ്മളുടെ ലൈഫിൽ ഏതിലൊരു പോയിന്റിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലൈഫ് തന്നെ ഒരു ഇമാജിനേഷൻ ആണെന്ന്. അതായത് നമ്മൾ ഇത്രയും പേര് ഏതെങ്കിലും ഒരാൾ കൺട്രോൾ ചെയ്യുന്നതായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് നമ്മുടെ ഈ ലോകം മൊത്തം ഏതെങ്കിലും ഒരാൾ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു ഗെയിമാണ്, നമ്മളതിലെ പ്ലെയേഴ്സാണ്. ലൈക്ക് ഒരു NPCs പോലത്തെ ആൾക്കാരാണ്. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യുന്നു, അത് ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ, അവർക്ക് എൻ്റർടൈനിങ് ആയ രീതിയിൽ നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്നാൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് റിയൽ ആയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതാണ് Nvidia'യുടെ പുതിയ ഇവൻറ്റിൽ പുറത്തു വിട്ടൊരു കോൺസെപ്റ്റായ ഗ്രൂട്ട്. സോ ഇങ്ങനത്തെ കുറേ കോൺസെപ്റ്റ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. മാർച്ച് 18, 2024 Nvidia'യുടെ ഏറ്റവും പുതിയൊരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്തത്. ആൻഡ് ഈ ഇവൻറ്റിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് ഫീച്ചേഴ്സും അല്ലെങ്കിൽ കുറച്ച് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് അവരുടെ ഏറ്റവും പുതിയ GPU ടെക്നോളജിയെ പറ്റിയാണ്. അതായത് Blackwell B200 എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്. ഈ പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ചിപ്സെറ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. ആൻഡ് അവർ വാദിക്കുന്നതിൻ്റെ കാരണം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ GPU 2 ഉണ്ട്. അപ്പോൾ അത് കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ ഒരു GPU ആക്കി എടുത്തിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു GPU സിസ്റ്റത്തിനകത്ത് തന്നെ ഒരു CPU കൂടെ വരുവാണ്. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവത്തില്ല, ഞാൻ അത് കാണിച്ചു തരാം. ഗുലാനൊരു സംഭവമല്ലടാ, ഗുലാനൊരു വെറും സംഭവമല്ല, ഗുലാനൊരു വ്യക്തിയല്ല, ഗുലാനൊരു പ്രസ്ഥാനമല്ല, ഗുലാനൊരു സംസ്ഥാനമല്ല, ഗുലാനൊരു രാജ്യമാടാ, ഗുലാനൊരു കൺട്രിയാടാ, ഒരു കൺട്രി, ഒരു രാജ്യം. ഓക്കെ, നിങ്ങൾക്ക് ബ്ലാക്ക്വെല്ലിൻ്റെ ലെവൽ ഏകദേശം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. സോ നമുക്ക് കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നതിൻ്റെ ഒരു ഐഡിയോളജി ആണല്ലോ. അതായത് നമുക്കൊരു PCക്കകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണോ അതോ ഇതിലൊരു കമ്പനിക്ക് യൂസ് ചെയ്യാനാണോ, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് പറഞ്ഞുതരാണ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്തെ ലെവലിലാണ്. ഞാൻ ഇതിൻ്റെ ബിഗർ പിക്ചർ ഏതൊരു പ്രോഡക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണത്തുള്ളൂ. ഇത് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആണെന്നുള്ള രീതിയേക്കാളും ഇതിൻ്റെ യൂസബിലിറ്റി, ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ നമുക്ക് എങ്ങനെ കാണാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഓരോ പ്രോഡക്ട്സും അപ്രോച്ച് ചെയ്യുന്നത് അതിൻ്റെ ഒരു ലെവലിലേക്ക്. Nvidia'യുടെ ഈ ഒരു പ്രോജക്റ്റ് Blackwell B200 എന്ന് പറഞ്ഞ ഈ ഒരു പ്രോജക്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ അതിലേക്കാണ്. ഇത് യൂസ് ചെയ്യാൻ പോകുന്നത് AI ട്രെയിനിങ്ങിലേക്കാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന AI ടെക്നോളജീസ് ഉണ്ടല്ലോ, OpenAI, പിന്നെ അതുപോലെ തന്നെ ബാർഡുണ്ട്, പിന്നെ ഒരുപാട് ചാറ്റ് ബോട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഇത് സെൽഫ് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള എൻജിൻസ് അത് GPU ആണ്. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന GPUസിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഇത് AIക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ GPUs അല്ല. അറിയാമല്ലോ, നമ്മളൊരു 2 വർഷം മുമ്പ് നോക്കുവാണെങ്കിൽ എല്ലാവരുടെ ഫോണിൽ AI ചാറ്റ് ബോട്ട്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിൻ്റെ ഒരു ബൂം ഉണ്ടായത്. അതുപോലെ തന്നെ GPUs ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ AI ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യാമെങ്കിൽ പോലും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നില്ല, കാരണം ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ അതല്ല സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള എല്ലാ ടെക്നോളജീസും കൂടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു GPU ആണ് ഈ Blackwell B200. ആൻഡ് കറൻ്റ്ലി ഇപ്പോൾ ഈ AI ചാറ്റ് ബോട്ട്സും അല്ലെങ്കിൽ AI എൻജിൻസ് ഒക്കെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതിന് പ്രീഡിസസേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ AI ട്രെയിൻ ചെയ്യാൻ മാത്രമുള്ള പവർ ഇതിനില്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊണ്ടുവരുന്ന Blackwell B200ൻ്റെ പ്രസക്തി ഇത് തന്നെയാണ്. അതായത് ഒരു ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു AIനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള B200 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ ട്രെയിനിങ്ങിനോട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളൊരു പ്രെസിഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒരു റോബോട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും. അതായത് നമുക്ക് ആ ഒരു പ്രെസിഷൻ, ഇപ്പോൾ ഈ മൈക്ക് അനങ്ങില്ലേ, അതായത് എൻ്റെ പ്രെസിഷൻ തെറ്റ് കാരണമാണ് ഈ മൈക്ക് അനങ്ങിയത്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ പ്രെസിഷൻ ട്രെയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മിസ്റ്റേക്കിൽ നിന്ന് വേണം ഞാൻ പഠിക്കാൻ. പക്ഷേ ഇത് ഞാനൊരു റോബോട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കുള്ളൂ. അതായത് ഞാനൊരു റോബോട്ടായിട്ട് എന്നെ തന്നെ കൺസിഡർ ചെയ്യുമ്പോഴത്തേനും വേറൊരാൾ എന്നെ പഠിപ്പിക്കണം. ഓക്കെ, ഞാൻ ഇങ്ങനെയല്ല കൈ അനക്കേണ്ടത്, വേറെ രീതിയിലാണ് കൈ അനക്കേണ്ടത് എന്നെ പഠിപ്പിക്കും. B200 വെച്ചൊരു AI സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഇതിൽ നമ്മൾ നമ്മൾ കറണ്ട് സിറ്റുവേഷനിൽ ലീവ് ചെയ്യുന്ന ഒരു രീതിയിലുള്ളൊരു എൻവയൺമെൻറ്റ് ഉണ്ട്. അതായത് നമ്മൾ മൗണ്ടൻസും സ്റ്റെപ്സും മറ്റേ വോക്കവേസും റോഡും കാറും വണ്ടി എല്ലാ കോപ്പും അതിന് തിരിപ്പുണ്ട്. ആൻഡ് ഈ ഒരു എൻവയൺമെൻറ്റിലേക്ക് നമ്മൾ നമ്മുടെ റോബോട്ട്സിനെ അഴിച്ചു വിടുക. അത് ഈ റോബോട്ട്സിന് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർക്ക് വേണ്ടതായ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ടാസ്ക് ആ ഒരു എൻവയൺമെൻറ്റിൽ നിന്ന് ചെയ്യുക. അപ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് അത് തന്നെ സ്വയമേ ലേൺ ചെയ്ത് അത് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ഒരു പെർഫെക്റ്റ് സിസ്റ്റം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രിസിഷൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കോഡ് ഓൾറെഡി കോഡ് കറക്റ്റ് ചെയ്ത് വരുവാണല്ലോ, അവസാനം ഈ ഒരു കോഡ് പെർഫെക്റ്റ് ലെവലിൽ എത്തുമ്പോഴത്തേക്കിന് നമുക്ക് ആ കോഡ് എടുത്തിട്ട് നമ്മുടെ മെഷീനറിയിൽ കൊടുത്തിട്ട് നമുക്ക് ആ മെഷീൻസ് യൂസ് ചെയ്യാം. അതായത് ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാകത്തില്ല. ഈ പ്രെസിഷൻ മിസ്റ്റേക്സ് കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് റിസ്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ടെസ്ലയുടെ ഓട്ടോ ഡ്രൈവിംഗ് ആണെങ്കിൽ പോലും അതിന് പ്രെസിഷൻ കുറവ് കാരണം കുറേ റോഡ് ആക്സിഡൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. സോ ഈ ഒരു സംഭവം ടെസ്ല വണ്ടി ആ ഒരു എൻവയൺമെൻറ്റിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇമാജിനറി എൻവയൺമെൻറ്റിലേക്ക്
അടിച്ചു വിടുകയെന്ന് വിചാരിക്കുക. ആൻഡ് ടെസ്ല ഓട്ടോ ഡ്രൈവിംഗ് സ്വയമേ മനസ്സിലാക്കി സ്വയമേ ലേൺ ചെയ്ത് അതിൻ്റെ കറക്ഷൻസ് അത് തന്നെ വരുത്തുക. സോ അങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് കുറവാണ്. സോ ഇത് റൺ ചെയ്യണമെങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ബ്രെയിനിൻ്റെ ഇരട്ടി പവർ വേണം, ലൈക്ക് സ്വയമേ ആലോചിച്ചെടുക്കാനും അതുപോലെ തന്നെ ആ ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. സോ ആ ഒരു എൻവയൺമെൻറ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ B200 സീരീസിലുള്ള ചിപ്സെറ്റ്സിൻ്റെ ഒരു വലിയൊരു സെർവർ തന്നെ വേണം. സോ അതാണ് Nvidia കണ്ട ഒരു ബിഗർ പിക്ചർ. ആൻഡ് ഇപ്പം അതിനെപ്പറ്റി എക്സ്ട്രാ പറയുവാണെങ്കിൽ ഈ ഒരു എൻവയൺമെൻറ്റ് എക്സ്ട്രാ ലെവലാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്. ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുവാണ്. അതിൻ്റെ കോംപ്ലക്സിറ്റി ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ ഭയങ്കര പാടാണ്. സോ ആ ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എനിക്ക് പാടാണ്. സോ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ, ലൈക്ക് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ B200 യൂസ് ചെയ്യാൻ പറ്റും. സോ അത്രയ്ക്ക് പവർഫുൾ ചിപ്സെറ്റാണ്. ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ പറ്റി ഞാൻ ചെറിയൊരു ബ്രീഫ് പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ആപ്ലിക്കേഷൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കറണ്ട് യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 1s and 0s മാത്രമേ സ്വിച്ച് ചെയ്യത്തുള്ളൂ. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ വരുമ്പോഴത്തേനും ഒരു ട്രാൻസിസ്റ്റർ തന്നെ 1 and 0s അറ്റ് ദ സെയിം ടൈം മാറിക്കൊണ്ടിരിക്കും. അതായത് ഒരു വേവ് പോകുമ്പോഴത്തേക്കും 1 ഉം 0 അങ്ങനെയാണ് പോകുന്നതെന്ന് ഇമാജിൻ ചെയ്യുക. സോ ആ ഒരു ട്രാൻസിസ്റ്ററിന് എപ്പം വേണമെങ്കിലും 1ലേക്കും 0ലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം 2 ഇൻഫർമേഷൻ ക്യാരി ചെയ്യാനുള്ള പവർ ഒരു ബൈറ്റിനുണ്ട്. സോ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. മൾട്ടിപ്പിൾ കാൽക്കുലേഷൻസ് പാരലലി ഒരേ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്. സോ ഇത് വർക്കൗട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിയ പവർ വേണം. സോ ഇപ്പം കറൻലി നോക്കുകയാണെങ്കിൽ B200 ആ ഒരു പവർ കൺസ്യൂം ചെയ്യാൻ പറ്റും. ഇപ്പം കറൻലി ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിരുന്ന ചിപ്സെറ്റ് ഇത് പവർ ചെയ്യാനുള്ള രീതിയിലല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ കറൻലി നോക്കുവാണെങ്കിൽ B200 ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചിപ്സെറ്റാണ്. സോ അത്രമാത്രം ഈസിനെസ്സും അതുപോലെ തന്നെ ഇതിന് കുറച്ച് പവറും മതി മറ്റേ പ്രീഡിസസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും, അത്രമാത്രം എഫിഷ്യൻ്റ് ആണ്. സോ ഇതിനെപ്പറ്റി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഇടാൻ തന്നെ കാരണം ഇതാണ്. കാരണം ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ കറൻലി ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള സംഭവമാണ് Nvidia'യുടെ ഏറ്റവും പുതിയ ഇൻവെൻഷനായ Blackwell B200. ആൻഡ് ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇനി ഫ്യൂച്ചറിൽ കാണാൻ പോകുന്ന പല ടെക്നോളജീസിനെയും അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് അതുപോലെ തന്നെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയൊക്കെ കുറച്ചുകൂടെ ഇമേഴ്സീവ് ആക്കാനും നമുക്ക് കുറച്ചുകൂടെ കൺസിബിൾ ആക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ AI ട്രെയിനിങ് കുറച്ചുകൂടെ ഈസിനെസ് ആക്കാനും കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ കമ്പനീസൊക്കെ ഇത് അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. ആൻഡ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ B200 തന്നെ 208 ബില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. അത് നിസ്സാര കണക്കല്ല. ബില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഇത്രയും ഈ സൈസിലുള്ള ചിപ്സിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. അത് എത്രമാത്രം ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്, ഭയങ്കര രസമാണ്. സോ അതിൻ്റെ 2 എണ്ണം വരുന്ന ഒരു ബോർഡിനകത്ത് $10 million ആണ് ആ ഒരു ബോർഡ് ഉണ്ടാക്കാൻ. സോ അതിൻ്റെ ഒരു സെർവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാമല്ലോ എത്രമാത്രം വലിയ കോസ്റ്റ് ആണെന്നുള്ളത്. സോ അത്രമാത്രം ഇൻപുട്ട് കൊടുത്ത് ഉണ്ടാക്കുന്ന ഒരു സാധനത്തിൻ്റെ റെലവൻസി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഇത് കുറച്ചുകൂടെ മുമ്പോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിംസിനകത്ത് ലൈക്ക് ഇതെങ്ങനെയാണ് നമുക്കൊരു ആപ്ലിക്കേഷൻ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ചാറ്റ് ബോട്ട്സ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും, കുറച്ചുകൂടി പെർഫെക്റ്റ് ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ആൻഡ് കുറച്ചുകൂടി പേഴ്സണലൈസ് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിംസിനകത്ത് കാണുന്ന NPCs ഉണ്ടല്ലോ, നോൺ പ്ലേയബിൾ ക്യാരക്ടേഴ്സ്. സോ ഈ ക്യാരക്ടേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ എന്തുണ്ടായിരിക്കും? നമ്മളിപ്പോൾ ഗെയിം കളിക്കുമ്പോഴത്തേക്കിനും ഇതിനൊരു പെർഫെക്റ്റ് ആൻസർ കാണും. ലൈക്ക് ഇവർക്ക് പ്രോഗ്രാം ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു ആൻസർ അതായിരിക്കും നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ബൈപ്പാസ് ചെയ്ത് പോകുമ്പോഴോ ഗുഡ് മോർണിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറഞ്ഞു പോകുന്നത്. അതായത് ഈ ഒരു സിസ്റ്റം B200 ഈ ഗെയിംസ് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് വേറെ ലെവൽ ഓഫ് ഗെയിമിംഗ് ആണ്. അതായത് ഈ NPCസും നമ്മളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇതിൽ തന്നെ ഒരു ചാറ്റ് ബോട്ടായിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത്രയ്ക്കും കിടു ടെക്നോളജിയാണ് ഇനി വരാൻ പോകുന്നത്. ഒരുപാട് യൂസ്ഫുൾ കാര്യങ്ങളൊക്കെ ഈ ചെറിയ ചിപ്സിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ടെക്നോളജി വീഡിയോയിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. ഗുഡ് ബൈ.